നമുക്ക് തിരുവനന്തപുരത്തേക്ക് വന്നാൽ വലിയൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJP-യുടെയും അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെയും വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡൊക്കെ മറികടക്കാൻ പ്രയോഗിച്ചിട്ടുണ്ട്. നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അനധികൃത നിയമനങ്ങളൊക്കെ നടത്തിയെന്ന പറഞ്ഞ വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ടിരുന്നു. ഇന്നത്തെ പ്രതിഷേധത്തിന്റെ കാരണവും അത് തന്നെയാണോ? അത് തന്നെയാണ് കാരണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന BJP യുവമോർച്ചയും സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അഴിമതിയും അനധികൃത നിയമനങ്ങളും നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യത്തെ ദിവസത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പൊതുമുതൽ നശിപ്പിച്ചതിനടക്കം കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി BJP കൗൺസിലർമാർ കോർപ്പറേഷന്റെ അകത്ത് കയറി മേയറുടെ ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവമോർച്ച അല്പസമയം മുൻപ് ഒരു മാർച്ചുമായി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തിയത്. ഈ മാർച്ചിന്റെ മുന്നിൽ തന്നെ നമ്മൾ കണ്ടതാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഒരു കോലവുമായാണ് എത്തിയത്. ആ കോലത്തിന്റെ കയ്യിൽ ഒരു കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, തലയിൽ പൊങ്കാലക്കലമുണ്ട്. അതായത് പൊങ്കാലയിൽ ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൊങ്കാല, ലാപ്ടോപ്പ് വിതരണം, അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അനധികൃത നിയമനം. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മുഴുവൻ അഴിമതിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു പ്രതിഷേധവുമായി എത്തിയത്. ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന് പറയുന്നത് സാനിറ്ററി ഇതുമായി ബന്ധപ്പെട്ട് 56 പേരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ ഒരു പ്രതിഷേധമുണ്ടായത്. ഈ 86 പേരെ നിയമിക്കുന്നത് അനധികൃതമായാണ് ഈ നിയമനങ്ങൾ നടത്തുന്നതെന്നാണ് BJP ആരോപിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് കഴക്കൂട്ടം വാർഡ് കൗൺസിലർ ഉൾപ്പെടെ CPM-ന്റെ കൗൺസിലർ ഉൾപ്പെടെ ഈ നിയമനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കവിത എന്ന് പറയുന്ന കൗൺസിലർ ഉൾപ്പെടെ. അങ്ങനെ CPM-ന്റെ നേതാക്കന്മാരെ CPM-ന്റെ അണികളും തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനധികൃത നിയമനമാണ് ഇവിടെ ഉണ്ടായിരിക്കുക എന്നതാണ് BJP ആരോപിക്കുന്നത്. പക്ഷേ CPM പറയുന്നത്, പ്രത്യേകിച്ച് കൗൺസിലർമാർ CPM-ന്റെ കൗൺസിലർമാർ പറയുന്നത് ഈ നിയമനം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വരുന്നതാണ്. തങ്ങളല്ല ഈ നിയമനങ്ങൾ നടത്തുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി അവർ അഭിമുഖവും പരീക്ഷയും നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ലിസ്റ്റാണ്. അത് ഈ പ്രാവർത്തികമാക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നാണ് CPM പറയുന്നത്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ ഒരു അഭിമുഖം നടന്നതിൻ്റെയോ അല്ലെങ്കിൽ ഒരു പരീക്ഷ നടന്നതോ ആയിട്ട് ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് BJP പറയുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു 126 പേരുടെ നിയമനം കൂടി, ഇത്തരത്തിൽ താൽക്കാലിക നിയമനങ്ങൾ കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നു. ആ സമയത്ത് അതും ഈ പറയുന്നത് പോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനമായിരുന്നു. ആ സമയത്ത് പക്ഷേ BJP അതിനെ പ്രതിരോധിച്ചില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ 56 പേരുടെ നിയമനത്തിൽ BJP ഇത്രയും വലിയ പ്രതിഷേധം ഉയർത്തുന്നതെന്നാണ് CPM ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട BJP കൗൺസിലറായിട്ടുള്ള ആശാനാഥിനെതിരെ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. അത് മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾക്കെതിരെ ഈ BJP ഇപ്പോൾ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളൊരു വാദം കൂടി ഇപ്പോൾ CPM മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ അശാന്തമാണ്. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് BJP-യുടെയും യുവമോർച്ചയുടെയും BJP കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആര്യ, വലിയ പ്രതിഷേധമാണ് യുവമോർച്ചയുടെ മാർച്ചിൽ. യുവമോർച്ച ഇപ്പോൾ പ്രതിഷേധവുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാൻ ഇപ്പോഴും പ്രവർത്തകർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പ്രവർത്തകർ എത്തുന്നത് മാത്രമല്ല, ചില ഭാഗത്ത് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ കോർപ്പറേഷൻ ആസ്ഥാനത്തേക്ക് അകത്തേക്ക് ഇപ്പോൾ പോലീസുമായി സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പോലീസിന്റെ സ്ത്രീയൊക്കെ തകർക്കാൻ യുവമോർച്ച പ്രവർത്തകർ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറം പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ പോലീസ് സന്നാഹം, പോലീസ് വിന്യാസം ഉടൻ അവിടേക്ക് എത്തിച്ചേരും. വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. എല്ലാവരും കിട്ടുക തള്ളി അങ്ങോട്ട് കയറ്റി പോവുകയും ചെയ്യും. വിവരങ്ങളുമായി
വിവരങ്ങളുമായി നമുക്ക് തുടരുന്നുണ്ട്. ജിബിൻ, നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ മതിൽ ചാടി കടക്കാനൊക്കെ പ്രവർത്തകർ പരിശ്രമിക്കുന്നുണ്ട്, പോലീസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് പോലീസ്. അത് തന്നെയാണ് കാരണം ഈ രണ്ട് പ്രയോഗിച്ച ശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് ഈ കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള മതിൽ ചാടി കടക്കുന്നതിനുള്ള ഒരു ശ്രമം യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോഴും പോലീസ് മൂന്നാമത്തെ റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാതെ ഈ മതിൽ ചാടി കടക്കാനുള്ള ശ്രമമാണ് വീണ്ടും നടത്തുന്നത്. അതാണ് ഒരു സംഘർഷാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം പോലീസ് ഷീൽഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചുവെങ്കിൽ പോലും പ്രവർത്തകർ ഈ ഷീൽഡ് പോലും അടിച്ചു പൊട്ടിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വനിതാ പ്രവർത്തകർ പോലും ഈ മതിൽ ചാടി കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. പ്രവർത്തകർ പരിശ്രമിക്കുന്നുണ്ട്, പ്രതിരോധിക്കാൻ പോലീസും ശ്രമിക്കുന്നുണ്ട്. 4-5 തവണ ജലപീരങ്കി ഇതിനോടകം തന്നെ പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പോലീസുമായി ഇല്ലാത്ത മതിൽ ചാടിക്കടക്കാനാണ് ഇപ്പോൾ പ്രവർത്തകർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും പോലീസ് എത്തി ഷീൽഡൊക്കെ ഉപയോഗിച്ച് പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ജിബിൻ തുടരുന്നുണ്ട്. ജിബിൻ, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ആര്യ, ഈ 5 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ട് പ്രവർത്തകർ ഇതുവരെയും പിന്തിരിഞ്ഞ് പോകാൻ തയ്യാറായിട്ടില്ല. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ, അതായത് ഈ പാളയത്ത് നിന്ന് LMS വഴി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ വലതുവശത്തായിട്ടുള്ള മതിൽ, ഈ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രധാന കവാടത്തിന് മുന്നിലാണ്. അതിന് സമീപത്തായിട്ടുള്ള മതിൽ വഴിയാണ് ഇപ്പോൾ പ്രവർത്തകർ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അകത്തേക്ക് ചാടി കറക്കാനുള്ള ശ്രമം നടത്തുന്നത്. പോലീസ് വലിയ രീതിയിൽ അത് പ്രതിരോധിക്കുന്നുണ്ട്. ഒരു ലാത്തി ചാർജിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ പോലീസ് ഈ പ്രവർത്തകർ മതിൽ ചാടി കടക്കാതിരിക്കാൻ ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് കനത്ത ഒരു പ്രതിരോധം തന്നെ തീർക്കുന്നുണ്ട്. പക്ഷേ ആ ഷീൽഡൊക്കെ പോലീസുമായി സംഘർഷം വാക്കേറ്റം, പോലീസിന്റെ ഷീൽഡൊക്കെ അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകർ വളരെ പാടുപെടുന്ന പോലീസുകാരും പ്രവർത്തകരെ നിയന്ത്രിക്കാൻ